നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യം കേരള കൗമുദി ഇന്ന് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ള വാർത്ത ബാഷർ രാജ്യം വിട്ടു, സിറിയ പിടിച്ച് വിമതർ എന്ന വാർത്തയാണ്. എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച് വിമതസേന ഭരണം പിടിച്ചു. രാജ്യം വിട്ട ബാഷർ അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്നാണ് സൂചന. അസദ് കുടുംബത്തിൻ്റെ 53 വർഷം നീണ്ട ഉരുക്കുമുഷ്ടിയുള്ള വാഴ്ചയ്ക്കും ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് അന്ത്യമായത് എന്നുള്ളതാണ് കേരള കൗമുദി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ അലേപ്പോയിലെ സദ്ലാഹ് അൽ ജബരി സ്ക്വയറിൽ വിമതരുടെ വിജയം ആഘോഷിക്കുന്ന ജനങ്ങളുടെ ചിത്രം അതിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നു. നവീനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അതായത് ബന്ധുക്കൾ ഉയർത്തുന്ന ന്യായമായ സംശയങ്ങൾ എന്നുള്ള തലക്കെട്ടിൽ മറ്റൊരു കോളം ഇതിൽ നൽകുന്നുണ്ട്. രക്തസാന്നിധ്യം FIRലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പരാമർശിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സർജന് പോലീസ് നൽകിയില്ലെന്ന് സംശയമുണ്ട്. അങ്ങനെ ചില സംശയങ്ങളാണ് ബന്ധുക്കൾ ഉയർത്തുന്ന സംശയങ്ങൾ അതിൽ പറയുന്നത്. അതിനോടൊപ്പം തൂങ്ങാൻ വെറും 0.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കയർ, അതായത് വെറും 0.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നും റിപ്പോർട്ട് സൂചിപ്പിച്ചില്ല. അതേസമയം നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന് പറയുന്നു. തലയോട്ടിക്കോ വാരിയലുകൾക്കോ ക്ഷതമില്ല. ഇടത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം നെഞ്ചിൻ്റെ ഭിത്തയോട് ചേർന്ന നിലയിലാണ്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി കേരള കൗമുദി നൽകിയിട്ടുള്ളത് നവവധുവിൻ്റെ ആത്മഹത്യ, ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ എന്നുള്ളതാണ്. അതായത് പാലക്കാട് നന്ദിയോട് ഇളവട്ടത്ത് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ. ഇന്ദുജയുടെ ഭർത്താവ് കുറുപ്പുഴ ഇളവട്ടം LP സ്കൂളിന് സമീപം ശാലു ഭവനത്തിൽ അഭിജിത്ത് ദേവൻ, സുഹൃത്തായ പെരിങ്ങമല IT കോട്ടേജിൽ അജാസ് എന്നിവരെയാണ് പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഇടിഞ്ഞാർ കൊന്നമൂട് കിഴക്കങ്കര വീട്ടിൽ ശശിധരൻ കാണി ജിഷ ദമ്പതികളുടെ മകൾ ഇന്ദുജയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിലാണിപ്പോൾ ഭർത്താവ് അഭിജിത്തിനെയും അജാസിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ദുജയുടെ അവസാന കോൾ അജാസിന് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ടായി നൽകിയിട്ടുള്ള വാർത്ത. അഭിജിത്തിനെ വിവാഹം കഴിച്ചതിന് ശേഷവും ഇന്ദുജയുമായി അജാസ് സൗഹൃദം തുടങ്ങിയിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ മറ്റൊരു ബന്ധം ഇന്ദുജയ്ക്കുണ്ടെന്ന് അജാസ് സംശയമായി. ഇന്ദുജ മരിച്ചതിന് ശേഷം 2 നാൾ മുമ്പ് അജാസ് കാറിൽ ശംഖുമുഖത്ത് കൊണ്ടുപോയി ഇക്കാര്യം ചോദിച്ചു. വാക്കുതർക്കത്തിനിടെ ഇന്ദുജയെ മർദ്ദിച്ചു. ഇന്ദുജയെ ഒഴിവാക്കാൻ അജാസ് അഭിജിത്തിനെ നിർബന്ധിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുമായി അഭിജിത്ത് വഴക്കിട്ടു, മർദ്ദിക്കുകയും ചെയ്തു. താൻ മരിക്കാൻ പോകുന്നെന്ന് അജാസിനെ വിളിച്ചറിയിച്ചിട്ടാണ് ഇന്ദുജ ജീവനൊടുക്കിയത്. ഇന്ദുജ അവസാനമായി വിളിച്ചതും അജാസിനെയാണ്. ഇതാണ് കേരള കൗമുദിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഗാന്ധിജി ഗുരുദേവ കൂടിക്കാഴ്ച ശതാബ്ദി ഡൽഹിയിൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയുണ്ട്. അതായത് ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുദേവനുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികാഘോഷങ്ങൾ അടുത്ത കൊല്ലം ഡൽഹിയിൽ വിപുലമായ സമ്മേളനത്തോടെ തുടങ്ങുമെന്ന് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സാധാരണക്കാരൻ്റെ ഫോണിലും കടന്നുകയറി പെഗാസസ്. അതായത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ VIP-കളുടെ ഫോണിൽ രഹസ്യം ചോർത്തി കുപ്രസിദ്ധം നേടിയ ഇസ്രായേൽ സ്പൈവെയർ പെഗാസസ് സാധാരണക്കാരുടെ ഫോണിലും പ്രത്യക്ഷപ്പെടുന്നു. സൈബർ സെക്യൂരിറ്റി റിസർച്ചർമാരായ iVerify പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. അടുത്തത് മലയാള മനോരമയാണ്. ജോസഫ് മാർ ഗ്രിഗോറിയോസ് ശ്രേഷ്ഠ കത്തോലിക്ക ബാവ സ്ഥാനാരോഹണ തീയതി പിന്നീട്. യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ സ്ഥാനാരോഹണ തീയതിയും സ്ഥലവും പിന്നീട് തീരുമാനിക്കും എന്നുള്ളതാണ് മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നൽകിയിട്ടുള്ളത്. അടുത്തത് വിഴിഞ്ഞം വിചിത്ര വാദമുന്നയിച്ച് കേന്ദ്രമന്ത്രി, വരുമാനം പങ്കു ചോദിച്ച് കേന്ദ്രം വീണ്ടും. 817 കോടി ഗ്രാൻഡ് അല്ല, വായ്പ 20% വരുമാന വിഹിതവും വേണം. കേരളത്തിന് വരുമാനം VGF വഴിയെന്ന് വാദം. അതായത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിക്കുന്നതിനാൽ കേന്ദ്രത്തിനും വരുമാന വിഹിതം അർഹതയുണ്ടെന്ന വിചിത്ര
വാദമുന്നയിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇക്കാരണത്താൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് 817 കോടി രൂപ ഗ്രാൻഡായി നൽകില്ല. 20% വരുമാന വീതം പങ്കുവയ്ക്കുന്ന വായ്പയായി മാത്രമേ നൽകൂ എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. ഗുകേഷിന് ലീഡ് കിരീട പ്രതീക്ഷ. 11ാം ഗെയിംസ് വിജയിപ്പിച്ച് ഡി ഗുകേഷ് ലോക ചെസ് കിരീടം 1.5 പോയിന്റ് അരികെ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ 11ാം ഗെയിംസിൽ ചൈനയുടെ ഇറാനെതിരെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് വിജയം. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷിന് 1 പോയിന്റ് ലീഡായി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ ഉൾപേജിലെ പ്രധാന പേജിൽ നൽകുന്നത് വിമത മുന്നേറ്റം, പ്രസിഡന്റ് അസദിനെ തുരത്തി സിറിയയിൽ അട്ടിമറി എന്നുള്ള വാർത്തയാണ്. എവിടെ നിന്നോ വന്നൊരാന എന്ന തലക്കെട്ടോടുള്ളൊരു വാർത്ത. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ആനയ്ക്കും കയ്യിലുള്ള 2 ആനക്കൊമ്പുകൾക്കും ഉടമസ്ഥാവകാശം ഇല്ലെന്നും വനം വകുപ്പ്. വർഷങ്ങളായി മന്ത്രി കെ പി ഗണേഷ് കുമാറിൻ്റെ കൈവശമുള്ള ആനയ്ക്ക് ഉടമസ്ഥാവകാശം ഇല്ലെന്ന് വനം വകുപ്പ്. മുൻ വനം മന്ത്രി കൂടിയായ ഗണേഷിനെ എങ്ങനെ ആനയെ കിട്ടിയെന്നും വനം വകുപ്പിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 2 ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശവും നൽകിയിട്ടില്ലെന്നും വിവരാവകാശ മറുപടിയിൽ പറയുന്നു. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കൈവശമുള്ള ആനയ്ക്ക് ഉടമസ്ഥാവകാശമില്ലെന്ന് വനം വകുപ്പ്. KSRTCയിലെ ആനകൾക്കെല്ലാം ഉടമസ്ഥാവകാശമുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അസദ് വീണു, സിറിയയിൽ വിമതർ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത നൽകുന്നു. 11 ദിവസം കൊണ്ട് രാജ്യം പിടിച്ച് വിമതർ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ട്. നവംബർ 27-ന് ഇഡ്ലിബിൽ തുടക്കം. അലപ്പോ പിടിച്ചത് ഡിസംബർ 3-ന്, ഹമ പിടിച്ചത് ഡിസംബർ 4-ന്, ഹോംസ് പിടിച്ചത് ഡിസംബർ 5-ന്, ഡമാസ്കസ് പിടിച്ചത്, അതായത് തലസ്ഥാനം പിടിച്ചത് ഡിസംബർ 7-ന്, പ്രസിഡന്റ് ബാഷർ അസദ് നാടുവിട്ടത് ഡിസംബർ 8-ന്. സ്കൂളിന് വേണ്ട PM ശ്രീ എന്ന തലക്കെട്ടോടുകൂടിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ സ്കൂൾ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരുമെന്ന പ്രശ്നമുയർത്തി CPM മന്ത്രിമാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. ഇതോടെ ഫണ്ട് നിലയ്ക്കുമെന്നതിൽ വിവിധ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കുന്ന സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലായി. യാക്കോബായ സുറിയാനി സഭ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ശ്രേഷ്ഠ കത്തോലിക്കയാവും എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത മാതൃഭൂമി നൽകുന്നു. ഗുകേഷിന് ജയം മുന്നിൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത മാതൃഭൂമിയിലുമുണ്ട്. കാകദൃഷ്ടി എന്ന തലക്കെട്ടോടുകൂടി ഉള്ള കാർട്ടൂൺ പരമ്പരയിൽ നവീൻ ബാബുവിൻ്റെ മരണം P ശശിയുടെ പങ്ക് അന്വേഷിക്കണം. PV അൻവർ നിയമ നടപടിയെന്ന് P ശശി. നേരറിയാൻ CBI, വേരറിയാൻ അൻവർ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. അടുത്ത ദീപികയാണ്. ജോസഫ് മാർ ഗ്രിഗോറിയസ് ശ്രേഷ്ഠ കത്തോലിക്ക ബാവ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത ദീപികയുടെ ആദ്യ പേജിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. സിറിയ നിലംപൊത്തി, അധികാരം പിടിച്ചെടുത്ത HTS വിമതർ, ബഷർ അൽ അസാദ് രാജ്യം വിട്ടു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത ദീപികയും നൽകുന്നു. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ പോലീസ് അതിക്രമം, കർഷക മാർച്ച് വീണ്ടും നിർത്തി. അതായത് വിളകൾക്ക് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കിസാൻ മോർച്ച ഞായറാഴ്ച പുനരാരംഭിച്ച ഡൽഹി കാൽനട മാർച്ച് വീണ്ടും നിർത്തിവെച്ചു. പോലീസ് അതിക്രമത്തെ തുടർന്നാണ് തീരുമാനം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിൽ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുന്ന ചിത്രം അതിനോടൊപ്പം നൽകുന്നു. വിധി പറയാൻ മാറ്റി, അബ്ദുൾ റഹീമിന് മോചനമായില്ല. ഡിസംബർ 12 ഉച്ചയ്ക്ക് 12:30 അടുത്ത സിറ്റിംഗ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന് മോചനമായില്ല. റിയാദ് ക്രിമിനൽ കോടതിയിൽ ഞായറാഴ്ച നടന്ന സിറ്റിംഗിനൊടുവിൽ അന്തിമ വിധി പറയാനായി മാറ്റി. CPM 75 വയസ്സ് പ്രായപരിധി തുടരും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച നേതാക്കളുടെ 75 വയസ്സ് പ്രായപരിധി തുടരുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയ ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ PB യോഗത്തിലാണ് പ്രായപരിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന നിർദ്ദേശം ഉയർന്നത്. മുനമ്പം വിഷയം JPC റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കും. അപരാജിത സാരംഗി എന്ന വാർത്ത ജന്മഭൂമി നൽകുന്നു. ഭരണം അൽ ഖ്വയ്ദയുടെ ഉപസംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷംസിന് സിറിയ വിമതർ പിടിച്ചു. ഭരണം അൽ ഖ്വയ്ദയുടെ ഉപസംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷംസിൻ പ്രസിഡന്റ് അസദ് സഞ്ചരിച്ച വിമാനം അപ്രതീക്ഷമായി കൊല്ലപ്പെട്ടതായി അഭ്യൂഹം എന്നതാണ് ജന്മഭൂമി നൽകുന്നത്. വയനാട് ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റിയെന്ന സംശയം. ചുവൽമലയിലെ ഉരുൾപൊട്ടലിൽ സർവനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താനും ഉപയോഗിക്കേണ്ട സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് സർക്കാർ വകമാറ്റിയെന്ന സംശയമുയരുന്നു. പല സാമ്പത്തിക വിദഗ്ധരും ഇതേ സംശയം ഉയർത്തി. ഹൈക്കോടതിക്കും ഇത്തരമൊരു സംശയമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം
സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ഉത്തരവിൽ നിന്ന് വ്യക്തം. നവീൻ ബാബുവിൻ്റെ മരണം അടിവസ്ത്രത്തിൽ രക്തം കണ്ടെത്തിയെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ന വാർത്തയും ജന്മഭൂമി നൽകുന്നു. ഒരു പ്രത്യേക വാർത്ത ജന്മഭൂമി നൽകുന്നു. ശബരിമല ദർശനത്തിനെത്തിയ ദിവ്യാംഗന് പോലീസ് ഡോളി നിഷേധിച്ചു. ദർശനത്തിനെത്തിയ ദിവ്യാംഗനായ തിരുവനന്തപുരം പാലോട് സ്വദേശി സജീവനെ പോലീസ് ഡോളി നിഷേധിച്ചു എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമതാവളം ഇനി ലഡാക്കിൽ എന്നുള്ള വാർത്തയും ജന്മഭൂമി നൽകുന്നു. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് അസദ് രാജ്യം വിട്ടു. ഭരണം താൽക്കാലിക ഗവേണിംഗ് ബോഡിക്ക് കൈമാറുമെന്ന് ഭീകരർ. അസദിന് റഷ്യ അഭയം നൽകിയതായി റിപ്പോർട്ട് എന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി ജില്ലാ സമ്മേളനങ്ങളിലേക്ക്, അതായത് ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞു, ഇനി ജില്ലാ സമ്മേളനത്തിലേക്ക് മാറാൻ പോവുകയാണെന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മാർ ഗ്രിഗോറിയസ് യാക്കോബ സഭ കത്തോലിക്ക ബാവ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത ദേശാഭിമാനി നൽകുന്നു. തദ്ദേശ ഭരണസമിതികളെ മുഖ്യമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. അതായത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിങ്കൾ വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും. ഇതിനായി തദ്ദേശ സ്ഥാപന ഭരണസമിതികൾ പ്രത്യേക യോഗം ചേരും. പാലിയേറ്റീവ് പ്രവർത്തനം ഏകോപിപ്പിക്കാനും മാലിന്യമുക്ത നവകേരള സാധ്യമാക്കാനും അതിദരിദ്ര നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്തുവാനുമാണ് യോഗം. ഹെഡ്മാഷി എന്ന തലക്കെട്ടോടുകൂടിയുള്ള കാർട്ടൂൺ പരമ്പരയിൽ പണം അനുവദിക്കുന്നതിന് വ്യക്തമായ കണക്ക് സമർപ്പിക്കണമെന്ന് കെ സുരേന്ദ്രൻ ഇവിടെ കിട്ടിയ കണ്ട എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഗുഗേഷിന് നിർണായക വിജയം എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഗുഗേഷിൻ്റെ വാർത്തയും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മറ്റൊരു ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.